പറ്റില്ല. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉംലൂജ് ബീച്ചിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അല്ലുലയിൽ നിന്ന് ഉംലൂജിലേക്ക് ഏകദേശം 300 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞങ്ങൾ രാവിലെ 10:30 ആയപ്പോൾ തുടങ്ങിയ യാത്രയാണ്. ഏകദേശം 6 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ അല്ലുലയിൽ നിന്ന് ഉംലൂജിൽ എത്തിയത്. അങ്ങനെ നമ്മൾ ഉംലൂജ് സിറ്റി കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു ടവർ കണ്ടപ്പോഴേ നമുക്ക് അൽഖർജിലെ ടവറാണ് നമുക്ക് ഓർമ്മ വന്നത്. ശരിക്കും അതുപോലെ തോന്നി. അങ്ങനെ നമ്മൾ നേരെ ആ ഒരു ബീച്ച് ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു സ്റ്റാച്യൂവിൽ കാണിച്ചേക്കുന്നത് കുറച്ച് ഫിഷുകളാണ്. നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, കുറേ ഫിഷുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം മീൻപിടുത്തമായിരുന്നു. അതായിരിക്കും ഇവിടെ ആ ഒരു ഫിഷിന്റെ സ്റ്റാച്യൂ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉംലൂജില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇവിടുത്തെ ബീച്ചുകളാണ്. അതേപോലെ തന്നെ ഉംലൂജിനെ സൗദി അറേബ്യയുടെ മാൽദീവ്സ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളിവിടെ ഹോട്ടൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമുക്ക് യാമ്പൂലാണ് റൂം കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഇവിടുത്തെ ബീച്ചിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് രാത്രിയിൽ യാമ്പൂലേക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പൊതുവേ തിരക്ക് കുറവായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്ക് ആ ഒരു ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ബീച്ചിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ബീച്ചാണ് ഉംലൂജിൻ്റേത്. അതേപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറാണ് എടുത്തു പറയേണ്ടത്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അങ്ങനെ നമ്മൾ ഉംലൂജ് കോർണിഷിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നീളത്തിൽ ആ ബീച്ച് അങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ നോക്കി നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ബീച്ചാണ്. അതേപോലെ തന്നെ എൻ്റെ വലത് സൈഡിൽ കാണാൻ പറ്റുന്ന മൊത്തം ഫ്ലാറ്റുകളും ഹോട്ടലുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. റോഡിൽ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, റോഡിൻ്റെ നടുക്ക് അവർ പനയൊക്കെ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം ഉംലൂജ് കോർണിഷാണ്. അങ്ങനെ അവസാനം നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു അങ്ങോട്ട് നടന്ന വഴിയിൽ നമുക്കൊരു ശംഖൊക്കെ കിട്ടി. ഇവിടെ വെള്ളം കയറിയ സ്ഥലമായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം വെള്ളം ഇറങ്ങി കിടക്കുകയാണ്. വളരെ ശാന്തമായ തിരമാലകളാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ചെറിയ ചെറിയ തട്ടുതട്ടായിട്ടാണ് അത് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിൽ തിരമാലകൾ ഭയങ്കര ശക്തിയായിട്ടല്ലേ വരുന്നത്. ഇവിടെയാണെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടാണ് ഈ തിരമാലകളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള കളറല്ലേ, ബ്ലൂ കളർ. നല്ല ഭംഗിയാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ കളർ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. നമ്മളെ കണ്ടപ്പോൾ ഒരാൾ ഹോഴ്സ് റൈഡ് വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു. പക്ഷെ നമ്മൾക്ക് ഈ ഒരു ബീച്ചിൽ കൂടെ ഉള്ള റൈഡ് അത്ര സേഫായിട്ട് നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ആ സാഹസത്തിന് മുതിർന്നില്ല ഗൈസ്. എന്തായാലും നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. നോക്കിക്കേ, ബീച്ചിൽ കൂടെ ഹോഴ്സ് റൈഡ് നടത്തുകയാണ്. കളർ നോക്കിക്കുക, അടിപൊളിയായിട്ടുണ്ടല്ലേ കളറ്, വളരെ മനോഹരമായിട്ടുണ്ട്.
കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ച ഒന്നും വ്യക്തമായിട്ട് കേൾക്കാഞ്ഞ അതുകൊണ്ടാണ്. ഭയങ്കരമായിട്ടുള്ള കാറ്റുള്ളത് കൊണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ബീച്ചിനെ കുറിച്ച് ഭയങ്കര തള്ളി മറിക്കുകയായിരുന്നു, ഉംലൂജ് ബീച്ചിനെ കുറിച്ച്. ആ സമയത്താണ് കാറ്റ് വന്നതെല്ലാം കുളമാക്കിയ കേസ്. അങ്ങനെ ഉംലൂജ് ബീച്ചിൽ നിന്നും ക്യാമറമാൻ രാജുമോൾക്കൊപ്പം ഞങ്ങൾ മാത്രമുള്ള ഗൈസ് ഈ ബീച്ചിൽ, വേറെ ആരുമില്ല. അവർക്ക് വേണ്ടി വിറ്റ് കൊടുത്തേക്കാണ്. ഇവിടെ വരുന്നവർക്ക് ബീച്ചിൽ കൂടെ ഇങ്ങനെ ഹോഴ്സ് റൈഡൊക്കെ ചെയ്യാൻ പറ്റും. 10 റിയാലാന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് കുറേ കടൽ കാക്കകളെയൊക്കെ കാണാൻ പറ്റി. നല്ല രസമുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. എവിടെ പോയാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോഴ്സിനെ കാണാൻ പറ്റാറുണ്ട്. ഇവിടെ നമ്മുടെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ വെറൈറ്റി ആംഗിളിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണം ഗൈസ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പേരെഴുതുക. അത് പണ്ട് തൊട്ടേ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ പേരൊക്കെ എഴുതി. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, മക്കളും എല്ലാം എൻജോയ് ചെയ്തു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നോട്ട് പോവുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന യാമ്പൂലോട്ടാണ്. നമ്മളിപ്പോൾ ഉംലൂജ് കോർണിഷിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:37. 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ യാമ്പൂലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും യാമ്പൂലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റൂം എടുത്തേക്കുന്നത് യാമ്പൂലാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ യാമ്പൂലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണുകയാണ്. നോക്കി ആ ഒരു ബീച്ച് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന്. അതേപോലെ തന്നെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ വന്നു. അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. അതുപോലെ ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ആ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. അങ്ങനെ ആ ഒരു ബീച്ച് മൊത്തത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോവാണ്. ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ കുറേ മരങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉംലൂജ് ബീച്ചിൻ്റെ കാഴ്ചകളായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.